ഓക്കെ, ഗുഡ് മോർണിംഗ് എവരി വൺ. ഇന്ന് നമുക്ക് സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ് കുറിച്ച് നോക്കാം. KTU S5 സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ് സിലബസ് ആണ് നോക്കാൻ പോകുന്നത്. മൊഡ്യൂൾ 1 ആദ്യം തന്നെ സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടിങ്ങിൻ്റെ കുറച്ച് ഇൻട്രൊഡക്ഷൻ പാർട്ടുണ്ട്. പിന്നെ എന്താണ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ്, അതിലുള്ള ബയോളജിക്കൽ ന്യൂറോൺസ്, ബേസിക് മോഡൽസ് ഓഫ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ്, കണക്ഷൻസ്, ലേണിംഗ്, ആക്ടിവേഷൻ ഫംഗ്ഷൻ, മക്കലോ ആൻഡ് പിറ്റ്സ് ന്യൂറോൺ, ഹെബ് നെറ്റ്വർക്ക്. ഇത്രയും കാര്യങ്ങളാണ് KTU സോഫ്റ്റ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ഫസ്റ്റ് മോഡ്യൂളും കൊണ്ട് കവർ ചെയ്യുന്നത്. സോ ഇൻട്രൊഡക്ഷൻ പാർട്ടിലേക്ക് പോകാം. ഈ സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞ ഐഡിയ തന്നെ കൊണ്ടുവന്നത് ലോട്ട്ഫി എസെദ എന്ന് പറഞ്ഞ ആൾ 1981. അതിൻ്റെ റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ തന്നെ ഹ്യൂമൻ മൈൻഡാണ്. സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ് ഈസ് എ ടേം യൂസ്ഡ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ടു റെഫർ ടു പ്രോബ്ലംസ് whose solution are unpredictable, uncertain and between 0 and 1. കമ്പ്യൂട്ടിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ഹ്യൂമൻ മൈൻഡിൽ നടക്കുന്ന പ്രോസസ്സുകളെ മോഡൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ് എന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. അൺപ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റി വെച്ചിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഇതിലെ വാല്യൂസ് അൺപ്രെഡിക്റ്റബിൾ ആയിരിക്കും, അൺസർട്ടൺ ആയിരിക്കും. ഇറ്റ് റേഞ്ചസ് ഫ്രം 0 to 1. It is designed to model solution to real world problems which are not modeled or too difficult to model mathematically. നമ്മൾ സാധാരണ കമ്പ്യൂട്ടേഷണൽ മെത്തേഡ്സ് ഒക്കെ വെച്ചിട്ട് സോൾവ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള റിയൽ വേൾഡ് പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോഫ്റ്റ് കമ്പ്യൂട്ടിങ്ങിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മെയിനായിട്ട് 2 തരത്തിലുള്ള പ്രോബ്ലം സോൾവിങ് ടെക്നിക്സാണ് ഉള്ളത്. ഫസ്റ്റ് വൺ ഹാർഡ് കമ്പ്യൂട്ടിംഗ്, സെക്കൻഡ് വൺ സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ്. അതെന്താണെന്ന് നോക്കാം. ഹാർഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഡീൽസ് വിത്ത് പ്രിസൈസ് മോഡൽസ് വെയർ ആക്യുറേറ്റ് സൊല്യൂഷൻസ് ആർ അച്ചീവ്ഡ് ക്വിക്ക്ലി. കറക്റ്റായിട്ടുള്ള സൊല്യൂഷൻസ് പറയാൻ പറ്റുന്നിടത്താണ് നമുക്ക് ഹാർഡ് കമ്പ്യൂട്ടിംഗ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് കറക്റ്റ് സൊല്യൂഷൻ ഉണ്ടായിരിക്കും. ഇപ്പം നമ്മൾ 2 സംഖ്യ ആഡ് ചെയ്യുകയാണെങ്കിൽ 5 + 5 10, അതുപോലെ പ്രിസൈസ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നതിനെയാണ് നമ്മൾ ഹാർഡ് കമ്പ്യൂട്ടിംഗ് കൊടുക്കുള്ളൂ. സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ് ആണെങ്കിൽ അപ്രോപ്രിയേറ്റ് മോഡൽസ് ആൻഡ് ഗീവ് സൊല്യൂഷൻ ടു കോംപ്ലക്സ് പ്രോബ്ലംസ്. ഇത്രത്തോളം കുറവാണ്, ഇത്രത്തോളം കൂടുതലാണ്, അങ്ങനെ അപ്രോക്സിമേറ്റ് വാല്യൂസ് പറയാനായിട്ടാണ് സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ് യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് കോംപ്ലക്സ് പ്രോബ്ലത്തിനും യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ഹാർഡ് കമ്പ്യൂട്ടിംഗ് സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ് കമ്പാരിസൺ ഫിഗറാണ് ഇവിടെ കാണുന്നത്. ഹാർഡ് കമ്പ്യൂട്ടിംഗ് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രിസൈസ് മോഡൽസിന് വേണ്ടിയിട്ട്. സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ് അപ്രോക്സിമേറ്റ് മോഡൽസ് ആണ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ പ്രിസൈസ് മോഡലിൻ്റെ അകത്ത് വരുന്നത് സിമ്പിൾ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് സിംബോളിക്, ലോജിക്, റീസണിങ്, മാത്തമാറ്റിക്കൽ ഫോർമുല. അപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള ന്യൂമറിക് കാൽക്കുലേഷൻസിനൊക്കെ നമുക്ക് ഈ പ്രിസൈസ് മോഡൽസ് യൂസ് ചെയ്യാൻ പറ്റും. അപ്രോക്സിമേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അത് അപ്രോക്സിമേറ്റ് ആയിരിക്കും, കറക്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒരു റീസൺ, അത് റീസണിങ് മെത്തേഡിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുവേണം ഫങ്ഷണൽ അപ്രോക്സിമേഷൻ ആൻഡ് റാൻഡമൈസ്ഡ് സെർച്ച്, ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ് പ്രോബ്ലം സോൾവിങ് ടെക്നോളജീസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹാർഡ് കമ്പ്യൂട്ടിംഗ് ഫോർ പ്രിസൈസ് മോഡൽസ്, സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ് ഫോർ അപ്രോക്സിമേറ്റ് മോഡൽസ്. ഇതാണ് ഇതിൻ്റെ കമ്പാരിസൺ ടേബിൾ. അപ്പോൾ ഹാർഡ് കമ്പ്യൂട്ടിംഗ് സിമ്പിൾ പ്രോബ്ലംസിന് വേണ്ടി യൂസ് ചെയ്യുന്നു. സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ് റിയൽ വേൾഡ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ഹാർഡ് കമ്പ്യൂട്ടിങ്ങിന് പ്രിസൈസ് ആയിട്ടുള്ള അനലിറ്റിക് മോഡൽ വേണം. അതേസമയം സോഫ്റ്റ് കമ്പ്യൂട്ടിങ്ങിന് ഇറ്റ് ഈസ് ടോളറൻറ്റ് ഓഫ് ഇംപ്രിസിഷൻ, അൺസർട്ടനിറ്റി, പാർഷ്യൽ ട്രൂത്ത് ആൻഡ് അപ്രോക്സിമേഷൻ. കറക്റ്റായിട്ടുള്ള റിസൾട്ട് ഉള്ളതിനല്ല നമ്മൾ സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ് യൂസ് ചെയ്യുക.
അൺസർട്ടൻ ആയിട്ടുള്ള ഒരു പാർഷ്യൽ ട്രൂത്ത് ഉള്ളതിനെയൊക്കെയാണ് സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ് യൂസ് ചെയ്യുന്നത്. ഹാർഡ് കമ്പ്യൂട്ടിങ്ങിന് ഫുൾ ട്രൂത്ത് വേണം. സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ് പാർഷ്യൽ ട്രൂത്ത് വെച്ച് വർക്കാവും. ഹാർഡ് കമ്പ്യൂട്ടിംഗ് എപ്പോഴും പ്രിസൈസും ആക്യുറേറ്റുമായിട്ടുള്ള പ്രോബ്ലംസേ സോൾവ് ചെയ്യത്തുള്ളൂ. സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ് ഇംപ്രിസൈസ് ആണ്. ഇറ്റ് യൂസസ് 2 വാല്യൂഡ് ലോജിക്. 2 വാല്യൂ പ്രിസൈസ് ആയിട്ടുള്ള വാല്യൂസ് അത് യൂസ് ചെയ്ത് ഹാർഡ് കമ്പ്യൂട്ടിംഗ് വർക്ക് ചെയ്യും. മൾട്ടി വാല്യൂസ് പോസിബിളാണ് സോഫ്റ്റ് കമ്പ്യൂട്ടിങ്ങിൻ്റെ കേസിൽ. ഹാർഡ് കമ്പ്യൂട്ടിങ്ങിന് കമ്പ്യൂട്ടേഷൻ ടൈം കൂടുതലാണ്. കമ്പയർഡ് ടു ഹാർഡ് കമ്പ്യൂട്ടിംഗ്, സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ് യൂസസ് ലെസ് ടൈം. So we are moving to definitions. The other name of soft computing is cognitive computing. Soft computing is an emerging approach to computing which parallel the remarkable ability of the human mind to reason and learn in an environment of uncertainty and imprecision. അൺസർട്ടൺ ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡാണ് സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ്. സോ കൊഗ്നിറ്റീവ് കമ്പ്യൂട്ടിംഗ് അല്ലെങ്കിൽ സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടിംഗ് മെത്തേഡാണ്. അൺസർട്ടനിറ്റീനെ ഡീൽ ചെയ്യാൻ പറ്റിയതാണ്. ഇംപ്രിസൈസ് ആയിട്ടുള്ള വാല്യൂവിനെ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റിയതാണ്. അതാണ് ഈ ഡെഫിനിഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. അതുകൂടാതെ ഒത്തിരി വേറെ സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ് ഡെഫിനേഷൻസ് എല്ലാം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അനദർ ഡെഫിനേഷൻ ഓഫ് സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ്. സോ സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ് ഈസ് ആൻ അറ്റംപ്റ്റ് ടു മിമിക് നാച്ചുറൽ ക്രീച്ചേഴ്സ്. നാച്ചുറൽ ക്രീച്ചേഴ്സിനെ മിമിക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ് ഡെവലപ്പ് ചെയ്തത്. റോബോട്ടിക്സ് ഒക്കെ സോഫ്റ്റ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ഡെവലപ്മെൻറ്റിൽ പെടുന്നതാണ്. നമ്മൾ പ്ലാന്റ്സിനെ, ആനിമൽസിനെ, ഹ്യൂമൻ ബീയിങ്ങിനെ അതിനെല്ലാം മിമിക് ചെയ്യാണ്. സോ പ്ലാന്റ്സ്, ആനിമൽസ്, ഹ്യൂമൻ ബീയിങ് which are soft, flexible, adaptive and clever. So in this sense, soft computing is the name of a family of problem solving methods that have analogy with biological reasoning and problem solving. ബയോളജിക്കൽ റീസണിങ്ങും പ്രോബ്ലം സോൾവിങ്ങും ഒക്കെ ചെയ്യാൻ പാകത്തിനുള്ള ഒരു സെറ്റ് ഓഫ് പ്രോബ്ലം സോൾവിങ് മെത്തേഡിനെ പറയുന്ന പേരാണ് സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ്.